മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അയുധിന്റെ നേതൃത്വത്തിൽ മെയ് 3, 4, 5 തീയതികളിൽ നാഗർകോവിൽ അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ സൃഷ്ടി 2024 സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത ചരിത്രകാരനും സാഹിത്യകാരനുമായ അരവിന്ദൻ നീലകണ്ഠൻ വൃക്ഷത്തൈ നട്ട് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദഗ്ധരുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളിലായി നടത്തിയ സെഷനുകൾ ക്യാമ്പിലെ അംഗങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകുന്നവയായിരുന്നു. കൈമനം അമൃത വിദ്യാലയം, നെടുമങ്ങാട് അമൃത കൈരളി ഭവൻ, കഴക്കൂട്ടം അലൻ ഫെൽമാൻ സ്കൂൾ തുടങ്ങിയ വിവിധ സ്കൂളുകളിൽ നിന്നായി 60-ലധികം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. പങ്കെടുത്തവർക്കെല്ലാം വിലയേറിയ അറിവുകൾ നേടാനും വൈദഗ്ധ്യങ്ങൾ പരിശീലിക്കാനും അവസരമൊരുക്കിയ സൃഷ്ടി 2024 ക്യാമ്പ് എല്ലാവർക്കും മറക്കാനാവാത്ത ഒരനുഭവമായിരുന്നു. ചിന്മയ മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാമി ചിന്മയാനന്ദന്റെ 108ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ആചാര്യ സംഗമവും യതിപൂജയും സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠത്തെ പ്രതിനിധീകരിച്ച് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ആചാര്യ സംഗമത്തെ അഭിസംബോധന ചെയ്തു. അമ്മയുടെ നിർദ്ദേശപ്രകാരം വിവിധ ആശ്രമങ്ങളിലെ മഠാധിപതിമാരും അമൃതപുരി ആശ്രമത്തിലെ സ്വാമിമാരും സ്വാമിനിമാരും ചടങ്ങിൽ പങ്കെടുത്തു. അമ്മയുടെ ഉദാത്തമായ കാരുണ്യത്തിന്റെ ഒരു ഉദാഹരണമാണ് ആതിരയുടെ കഥ. വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ആതിര 15ാം വയസ്സിലാണ് കൊല്ലം പാരിപ്പള്ളിയിലുള്ള അമ്മയുടെ അമൃതനികേതനിൽ എത്തുന്നത്. അമ്മയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആതിര തന്റെ പ്രതീക്ഷകളിലേക്കുള്ള യാത്ര തുടർന്നു. ഏറ്റവും ഒടുവിലായി അടുത്തിടെ അമൃത സർവകലാശാലയിലെ അമ്മച്ചി ലാബ്സിൽ ആതിരയ്ക്കൊപ്പം ജോലി ചെയ്യുന്ന സന്ദീപുമായുള്ള വിവാഹവും അമ്മയുടെ അനുഗ്രഹത്താൽ നടന്നു. ഗ്രാമങ്ങൾ തോറും യാത്ര ചെയ്ത് സ്ത്രീകൾക്ക് വൊക്കേഷണൽ ആൻഡ് ലൈഫ് സ്കിൽ ട്രെയിനിംഗ് നൽകുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന ആതിരയുടെ ജീവിതയാത്രയും ഇതോടെ വിജയകരമായി പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യുനെസ്കോ ചെയർ ഫോർ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വിമൻസ് എംപവർമെന്റിന്റെ ഭാഗമായി അമൃതയുടെ സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗസമത്വത്തിനും വേണ്ടിയുള്ള സെന്റർ ഫോർ വിമൻസ് എംപവർമെന്റ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റിയിലൂടെ സമൂഹത്തിനായി വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന ആതിര ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ദാരിദ്ര്യം നേരിടുന്ന സമൂഹങ്ങൾ സന്ദർശിക്കുകയും സ്ത്രീകൾക്ക് ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും നേടാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ കർത്തവ്യം തുടരുകയാണ്. 4500-ലധികം സ്ത്രീകളെ തയ്യൽ, ബ്യൂട്ടീഷ്യൻ ജോലി തുടങ്ങിയ തൊഴിലുകൾ പരിശീലിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ നടത്തുന്ന സങ്കല്പ് പ്രൊജക്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ആതിരയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. അമ്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റുള്ളവരെ ശാക്തീകരിക്കുവാനും ജീവിതത്തിലെ വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിന് മറ്റുള്ളവരെ സഹായിക്കുന്നതിനുമുള്ള ഈ മനസ്സ് തന്റെ ജീവിതത്തിൽ ലഭിച്ച സ്നേഹത്തിന്റെയും മാർഗനിർദ്ദേശത്തിന്റെയും പരിവർത്തനാത്മക സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് ആതിര അഭിപ്രായപ്പെട്ടു. ഈ വർഷത്തെ ശ്രീ ശങ്കരാചാര്യ ജയന്തി 2024 മെയ് 12 കാലടിയിൽ വിപുലമായി ആഘോഷിച്ചു. സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിലെ പ്രമുഖർ ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ആചാര്യസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കർണാടക എടത്തൂർ മഠത്തിലെ സ്വാമി ശങ്കരഭാരതി, ചിന്മയ മിഷനിലെ സ്വാമി വിവിക്താനന്ദ സരസ്വതി, കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമി ചിദാനന്ദപുരി എന്നിവരടക്കമുള്ള പ്രമുഖ ആത്മീയ ആചാര്യന്മാർ ചടങ്ങിൽ പങ്കെടുത്തു. ആദിശങ്കര ജന്മഭൂമി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സന്യാസി സംഗമം, സെമിനാറുകൾ, കുടുംബയോഗങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ഭജന, ശ്രീശങ്കര കീർത്തിസ്തംഭത്തിൽ നിന്നും ചരിത്രപ്രസിദ്ധമായ മുതലക്കടവിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയ പരിപാടികൾ നടന്നു. പൂർണ്ണ നദീപൂജയിലും മഹാസ്നാനത്തിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രസാദ വിതരണത്തോടെയാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. പരിസ്ഥിതി സംരക്ഷണം, സാമൂഹ്യ സേവനം, യുവശാക്തീകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകി അയുധിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അഹമ്മദാബാദിൽ അയുധ് അംഗങ്ങൾ പ്രദേശത്തെ ഒരു ചേരിയിലെ കുടുംബങ്ങൾക്ക് അവശ്യവസ്തുക്കൾ വിതരണം ചെയ്തു. മുംബൈയിൽ മദേഴ്സ് ഡേയിൽ പ്രകൃതി മാതാവിനോടുള്ള ആദരവായി ജൂഹു ബീച്ച് വൃത്തിയാക്കിക്കൊണ്ടാണ് അയുധ് മാതൃദിനം ആഘോഷിച്ചത്. അഹമ്മദാബാദിൽ സംഘടിപ്പിച്ച അയുധ് യൂത്ത് മീറ്റ് അംഗങ്ങൾക്കിടയിലെ ഒത്തൊരുമയും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏറെ സഹായകരമായി. ഇതിനു പുറമെ മുംബൈയിൽ സംഘടിപ്പിച്ച അയുധ് സെൽഫ് മാനേജ്മെന്റ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം സനാതനധർമ്മം, പാരിസ്ഥിതിക ഉത്തരവാദിത്തം, ആന്തരിക വളർച്ച എന്നിവയെക്കുറിച്ച് ആഴത്തിലറിയാനും മനസ്സിലാക്കുവാനും വിവിധ സെഷനുകൾ സംഘടിപ്പിച്ചു. അയുധിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വൈവിധ്യമാർന്ന സംരംഭങ്ങൾ രാജ്യത്തുടനീളം യുവാക്കൾക്കും സമൂഹത്തിനും പ്രചോദനമേകുകയാണ്. അയുധ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബി ദ ലൈറ്റ് എന്ന പേരിൽ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ശില്പശാലകൾ സംഘടിപ്പിച്ചു. ഹിമാചലിൽ ധർമ്മശാല, പാലംപൂർ കോളേജുകളിലായി സംഘടിപ്പിച്ച സെഷനുകളിൽ 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു.
പഞ്ചാബിൽ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച എഡ്യൂക്കേഷൻ ഫോർ ലിവിംഗ് ആൻഡ് ലൈഫ് ശില്പശാലയിൽ വിവിധ സ്കൂളുകളുടെ പങ്കാളിത്തമുണ്ടായി. മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനും സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശില്പശാലകളായിരുന്നു ഇത്. ചണ്ഡീഗഡിൽ നടത്തിയ ശില്പശാലയിൽ ധാർമ്മിക മൂല്യങ്ങളെയും ധ്യാനത്തെയും പ്രതിപാദിച്ച് സംഘടിപ്പിച്ച സെഷനുകൾ വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായപ്രദമായി. മക്ലിയോഡ്ഗഞ്ചിൽ സംഘടിപ്പിച്ച ഇന്റഗ്രേറ്റഡ് അമൃത സെഷൻ ആയാം ധ്യാന സെഷൻ വിശ്വശാന്തിക്കായുള്ള പ്രാർത്ഥനകളോടെയാണ് സമാപിച്ചത്. യുവാക്കളിൽ ആത്മവിശ്വാസം, സഹാനുഭൂതി എന്നിവ വളർത്തിയെടുക്കാൻ ശില്പശാല ഏറെ സഹായകമായി. മുംബൈയിലെ ഓവൻസ് കോർണിംഗും പൂനെയിലെ ടെക് മഹീന്ദ്രയും അവരുടെ ജീവനക്കാരുടെ മാനസിക സൗഖ്യം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ ശില്പശാലകൾ സംഘടിപ്പിച്ചു. ബ്രഹ്മചാരിണി അമൃതാത്മിക ചൈതന്യ, ബ്രഹ്മചാരിണി നിസീമ എന്നിവർ നയിച്ച സെഷനുകൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ, മെന്റൽ ക്ലാരിറ്റി, ഇമോഷണൽ ബാലൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശില്പശാലകളിൽ പങ്കെടുത്ത ഓവൻസ് കോർണിംഗ് ജീവനക്കാരും ടെക് മഹീന്ദ്ര മാനേജർമാരും തങ്ങളുടെ തൊഴിൽ മേഖലകളിൽ മുന്നേറുന്നതിന് ഏറെ ഗുണകരമായ പരിശീലനം ഈ ശില്പശാലയിൽ നിന്നും ലഭിച്ചതായി അഭിപ്രായപ്പെട്ടു. പൂനെയിലെ PCCOE കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പ്രൊഫസർമാർക്കും അയാമിന്റെ ഈ നേട്ടങ്ങൾ അനുഭവിച്ചറിയാനായി. പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഇന്ന് അനിവാര്യമായിക്കൊണ്ടിരിക്കുന്ന മാനസിക സൗഖ്യത്തിന് ഊന്നൽ നൽകുന്നതായിരുന്നു ഈ ശില്പശാലകൾ. അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന വിദ്യാഭ്യാസ പങ്കാളിത്ത പരിപാടികളുടെ ഭാഗമായി അമൃത സർവകലാശാല കെനിയ, ഉഗാണ്ട, താൻസാനിയ എന്നിവിടങ്ങളിൽ 2024 ഏപ്രിൽ 28 മുതൽ മെയ് 3 വരെ വിദ്യാഭ്യാസ പരിപാടികൾ സംഘടിപ്പിച്ചു. അമൃതയിൽ നിന്നും സിന്ധു മനോജ്, ശ്രീ തോബിയാസ് നൌർക്കി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. ഉഗാണ്ടയിലെ പ്രഥമ വനിതയും വിദ്യാഭ്യാസ മന്ത്രിയുമായ HE ജാനറ്റ് മുസവേനിയുമായി സംഘം കൂടിക്കാഴ്ച നടത്തുകയും സ്കോളർഷിപ്പുകളും പങ്കാളിത്തവും സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. 900-ലധികം വിദ്യാർത്ഥികളുമായി സംഘം സംവദിക്കുകയും സുസ്ഥിര വികസനത്തിനും എല്ലാവർക്കും പ്രാപ്യമായ വിദ്യാഭ്യാസത്തിനുമുള്ള അമൃതയുടെ പ്രതിബദ്ധത അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഭാവിയിൽ അമൃത സർവകലാശാലയും ആഫ്രിക്കയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുന്നതിൽ ഈ സന്ദർശനം ഏറെ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുനെസ്കോ ചെയർ ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് 2ാം ഘട്ടത്തിലേക്ക് പുതുക്കി അമൃത വിശ്വവിദ്യാപീഠം. ഡോക്ടർ മനീഷ വി രമേശ് നേതൃത്വം വഹിക്കുന്ന ഈ ചെയർ 2020 സ്ഥാപിതമായതു മുതൽ സുസ്ഥിര വികസനത്തിലും വിദ്യാഭ്യാസത്തിനും ഗവേഷണങ്ങൾക്കുമായുള്ള പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ലീവ് ഇൻ ലാബ്സ് പോലുള്ള സംരംഭങ്ങളും സുസ്ഥിര വികസനത്തിനുള്ള ആഗോള പാഠ്യപദ്ധതിയും ഇന്ത്യയിലെമ്പാടുമുള്ള 1 ദശലക്ഷത്തിലധികം ആളുകളിൽ സ്വാധീനമുണ്ടാക്കി. സുസ്ഥിരമായ ഒരു ഭാവിക്കായി സഹകരണവും ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അടുത്ത ഘട്ടത്തിലും തുടരുമെന്ന് ഡോക്ടർ മനീഷ പറഞ്ഞു. സ്ത്രീകൾക്കു വേണ്ടിയുള്ള ഇന്ത്യയിലെ പ്രധാന സൈബർ സുരക്ഷാ സമ്മേളനമായ ശക്തികോൺ അമൃത വിശ്വവിദ്യാപീഠത്തിൽ സംഘടിപ്പിച്ചു. 45 രാജ്യങ്ങളിൽ നിന്നായി 2300-ലധികം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശക്തി CTF എത്തിക്കൽ ഹാക്കിംഗ് മത്സരവും 7 രാജ്യങ്ങളിൽ നിന്നുള്ള സ്പീക്കർമാർ പങ്കെടുത്ത യോഗവും ഇതിന്റെ ഭാഗമായി നടന്നു. അമ്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഈ സംരംഭം സൈബർ സുരക്ഷയിലെ മികവുകളെയും സാധ്യതകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. സൈബർ രംഗത്തെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് AI സുരക്ഷ, ത്രെറ്റ് ഇന്റലിജൻസ് എന്നീ വിഷയങ്ങളിൽ പ്രതിനിധികൾക്കായി ശില്പശാലയും സംഘടിപ്പിച്ചു. സൈബർ സുരക്ഷാ രംഗത്ത് സ്ത്രീകൾക്ക് അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ കൈത്താങ്ങാകുന്ന അമൃതയുടെ പ്രതിബദ്ധതയാണ് ശക്തികോണിലൂടെ പ്രതിഫലിക്കുന്നത്. അമൃത യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിൽ 2 ദിവസത്തെ അമൃത റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ സിമ്പോസിയം ഫോർ എക്സലൻസ് സംഘടിപ്പിച്ചു. അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ അമൃത മെഡിക്കൽ സയൻസസ് പ്രൊവോസ്റ്റ് ഡോക്ടർ പ്രേം നായർ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഹർഷ ഭാർഗവി, സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ KP സുധീർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും അവയ്ക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ ഗവേഷണങ്ങളെപ്പറ്റിയും ശില്പശാലയിൽ ചർച്ച ചെയ്തു. അമൃത വിശ്വവിദ്യാപീഠത്തിൽ നിന്നുള്ള ഗവേഷകരും ഫാക്കൽറ്റികളും ഉൾപ്പെടെ 300 പേർ ശില്പശാലയിൽ പങ്കെടുത്തു. ഞായറാഴ്ച നടന്ന സെഷനുകളിൽ അണുബാധ, ആന്റി മൈക്രോബിയൽ പ്രതിരോധം തുടങ്ങിയ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ ആഫ്രിക്ക ഡേ ആഘോഷിച്ചു. കെനിയ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ മേരി മ്യൂനി മുറ്റുക്കു, എഡ്യൂക്കേഷൻ അറ്റാഷെ എസ്തേർ കരേമ മുറ്റോവ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ്, അമൃത സെന്റർ ഫോർ ഇന്റർനാഷണൽ പ്രോഗ്രാം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ്
ആഫ്രിക്ക ദിനാഘോഷം സംഘടിപ്പിച്ചത്. ആഫ്രിക്കൻ സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ സംഗീത നൃത്ത പരിപാടികളും ചടങ്ങിൽ നടന്നു. ജീവിതത്തിനു വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്ന അമൃത സർവകലാശാല ചാൻസലർ കൂടിയായ അമ്മയുടെ ആശയം ഉൾക്കൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിശാലമായ പഠന ഗവേഷണ സൗകര്യങ്ങൾക്ക് അമൃത സർവകലാശാല വഴിയൊരുക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ് പറഞ്ഞു. അമൃത ആശുപത്രിയിൽ നടത്തിയ സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ കൊല്ലം ബൂതുകുളം സ്വദേശി സുരേഷ് കുമാറിന്റെ ശരീരത്തിൽ നിന്നും 17 കിലോ ഭാരമുള്ള ട്യൂമർ നീക്കം ചെയ്തു. വലം കൈയിലും പുറംഭാഗത്തും നെഞ്ചിലുമായി വ്യാപിച്ചിരുന്ന ട്യൂമർ കാരണം വർഷങ്ങളായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സുരേഷിന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വളരെയധികം ആശ്വാസമായി. ട്യൂമറിന്റെ ഭാരം കാരണം നടക്കാനോ ശ്വസിക്കാനോ ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥയിലായിരുന്നു സുരേഷ്. പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം മേധാവി ഡോക്ടർ സന്ദീപ് വിജയരാഘവന്റെ നേതൃത്വത്തിൽ വസ്കുലർ സർജറി, കാർഡിയോവസ്കുലർ, തൊറാസിക് സർജറി വിഭാഗങ്ങൾ സംയുക്തമായാണ് സർജറി നടത്തിയത്. സുരേഷിന്റെ വലത് കൈയും വാരിയലിന്റെ ചില ഭാഗങ്ങളും നീക്കം ചെയ്യേണ്ടതായി വന്നു. നീക്കം ചെയ്ത ഭാഗങ്ങൾക്ക് പകരമായി ആർട്ടിഫിഷ്യൽ മെറ്റീരിയലുകളാണ് ഉപയോഗപ്പെടുത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നടത്തിയ ബയോപ്സി പരിശോധനകളിൽ ശരീരത്തിൽ നിന്നും ട്യൂമർ പൂർണ്ണമായും നീക്കം ചെയ്തതായി കണ്ടെത്തി. തുടർ ചികിത്സകൾക്ക് ശേഷം ഏപ്രിൽ 26-ന് സുരേഷ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി. അമൃത ആശുപത്രിയിൽ കരൾ മാറ്റിവെച്ചവരും അവരുടെ ബന്ധുക്കളും കൊച്ചി അമൃത ആശുപത്രിയിൽ സംഘടിപ്പിച്ച രണ്ടാമത് അമൃത സ്പർശം സംഗമത്തിൽ ഒത്തുകൂടി. അമൃതയിൽ കരൾ മാറ്റിവെച്ചവരുടെ കൂട്ടായ്മയായ അമൃത സ്പർശത്തിന്റെയും ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജെബി മേത്തർ MP ഉദ്ഘാടനം നിർവഹിച്ചു. കരൾ മാറ്റിവെച്ചവർക്ക് തുടർ ചികിത്സകൾക്ക് നിരക്കിൽ ഇളവ് നൽകുന്ന പ്രിവിലേജ് കാർഡിന്റെയും വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കുന്ന എക്സ്പ്രസ് ക്ലിനിക്കിന്റെയും ഉദ്ഘാടനവും ചടങ്ങിൽ ജെബി മേത്തർ MP നിർവഹിച്ചു. നഴ്സിംഗ് ജീവനക്കാരുടെ അർപ്പണബോധത്തിനും കാരുണ്യത്തിനുമുള്ള ആദരമായി ഫരീദാബാദിലെ അമൃത ആശുപത്രിയിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആഘോഷിച്ചു. ചടങ്ങിൽ ഫരീദാബാദ് അമൃത കോളേജ് ഓഫ് നഴ്സിംഗിലെ നഴ്സുമാരുടെയും നഴ്സിംഗ് വിദ്യാർത്ഥികളുടെയും സ്കിറ്റുകളും നൃത്തപ്രകടനങ്ങളും അരങ്ങേറി. രോഗികളുടെ ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങളുണ്ടാക്കുന്നതിൽ നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങൾക്കും ആശുപത്രി അധികൃതർ നന്ദി അറിയിച്ചു. സ്ത്രീകളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള അമൃത മഹിളാ സ്വാസ്ഥ്യ ശക്തി അഭിയാൻ പദ്ധതി പ്രഖ്യാപിച്ച് അമൃത ആശുപത്രി. സ്ത്രീകൾക്ക് പതിവ് പരിശോധനകളിൽ പങ്കെടുക്കാൻ സഹായകരമാകുന്നതാണ് ഈ പദ്ധതി. ഈ സംരംഭത്തിന്റെ ഭാഗമായി സ്തനാർബുദ ബോധവൽക്കരണം വ്യാപിപ്പിക്കുന്നതിനും നേരത്തെയുള്ള സ്തന പരിശോധനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഒരു മാമോഗ്രാഫി വാൻ ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കും. പ്രതിരോധ പരിശോധനകളും ക്ഷയരോഗ ബോധവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫരീദാബാദിലെ അമൃത ആശുപത്രി ഇതിനകം 100-ലധികം ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പുതിയ സംരംഭവും സ്ത്രീകളുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനുള്ള അമൃത ഹോസ്പിറ്റലിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. സ്ട്രോക്ക് ബാധിച്ചവരും നട്ടെല്ലിന് തകരാറുകൾ ബാധിച്ചവരുമായ രോഗികളെ വീണ്ടും നടന്നു തുടങ്ങാൻ സഹായിക്കുന്ന റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ സംവിധാനം കൊച്ചി അമൃത ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം ആസ്ഥാനമായുള്ള ജെൻ റോബോട്ടിക്സ് വികസിപ്പിച്ചെടുത്ത ഈ റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ AI വിർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. രോഗികളെ മറ്റാരുടെയും സഹായമില്ലാതെ ശരിയായ രീതിയിൽ നടന്നു പരിശീലിക്കാൻ സഹായിക്കുന്ന ഈ സംവിധാനം രോഗികൾക്ക് ഏറ്റവും നൂതന ചികിത്സാ സജ്ജീകരണങ്ങൾ ഒരുക്കുകയെന്ന അമൃതയുടെ പ്രതിബദ്ധതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അമൃത ആശുപത്രിയിൽ നടന്ന 4ാമത് ആനുവൽ കോൺഫറൻസ് ഓഫ് ദി ഡിവിഷൻ ഓഫ് അഡ്വാൻസ്ഡ് ഇന്റർവെൻഷണൽ പൾമണോളജിയുടെ ഭാഗമായി ബ്രോങ്കോസ്കോപ്പി സിമുലേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ബ്രോങ്കോസ്കോപ്പി ചികിത്സകളുടെ പരിശീലനത്തിനായി ഫ്യൂജി ഫിലിംസിന്റെയും എയർബേ ഗ്രൂപ്പിന്റെയും സഹകരണത്തോടെ ആരംഭിച്ച സെന്ററിന്റെ ഉദ്ഘാടനം ഡോക്ടർ പ്രേം നായർ നിർവഹിച്ചു. റോബോട്ടിക് ബ്രോങ്കോസ്കോപ്പി, ലങ് ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ചർച്ചകൾക്ക് ഡോക്ടർ ടിങ്കു ജോസഫ് നേതൃത്വം നൽകി. ഡോക്ടർ KL ഹോഗട്ട്, ഡോക്ടർ ജമാലുൽ അസീസി തുടങ്ങിയ വിദഗ്ധരും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 16 രാജ്യങ്ങളിൽ നിന്നായി 600-ലധികം പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം പൾമണോളജി രംഗത്തെ നൂതന ചികിത്സാ രീതികളെയും ചികിത്സാ സംവിധാനങ്ങളെയും പറ്റി ചർച്ച ചെയ്തു. അമൃത ആശുപത്രിയിൽ സംഘടിപ്പിച്ച 15ാമത് നാഷണൽ ബ്രെയിൻ ബീറ്റ് ചാമ്പ്യൻഷിപ്പിൽ മുംബൈ കിഷൻചന്ദ് ചെല്ലാറാം കോളേജിലെ +2 വിദ്യാർത്ഥിനി ശ്രേഷ്ഠ പോട്ടാബാദിനി 1ാം സ്ഥാനം നേടി.
കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റിന്റെ സഹകരണത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ 13 മത്സരാർത്ഥികളാണ് ഫൈനലിൽ മാറ്റുരച്ചത്. ഹോട്ടൽ ഹോളിഡേ ഇന്നിൽ നടന്ന സമ്മാനദാന ചടങ്ങിൽ ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ വേണുഗോപാൽ സി ഗോവിന്ദ്, കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ എം പ്രദീപ്, അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ എന്നിവർ സംസാരിച്ചു. ന്യൂറോ സയൻസ് ഗവേഷണങ്ങളെപ്പറ്റിയുള്ള അറിവുകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് +1, +2 വിദ്യാർത്ഥികൾക്കായി ദേശീയ തലത്തിൽ ഇത്തരമൊരു മത്സരം സംഘടിപ്പിച്ചത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ആരംഭിച്ച ഹോം കെയർ സേവനങ്ങളുടെ ഉദ്ഘാടനം നടൻ സലിം കുമാർ നിർവഹിച്ചു. കിടപ്പ് രോഗികൾക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ആശുപത്രിയിലേക്ക് എത്താൻ കഴിയാത്തവർക്കും വീടുകളിലെത്തി പരിചരണം ലഭ്യമാക്കുന്നതാണ് അമൃത ആശുപത്രിയുടെ ഹോം കെയർ പദ്ധതി. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനങ്ങൾക്ക് പുറമെ രോഗികൾക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, സ്ലീപ്പ് സ്റ്റഡി ടെസ്റ്റ്, ഫിസിയോതെറാപ്പി സേവനങ്ങളും വീടുകളിലെത്തി ലഭ്യമാക്കുന്നതാണ്. ഒരു ഡോക്ടറും നഴ്സും ഹെൽത്ത് അസിസ്റ്റന്റും ഓരോ ഹോം കെയർ ടീമിലുണ്ടാകും. അമൃത ആശുപത്രിയുടെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള രോഗികൾക്കാണ് ഹോം കെയർ സേവനങ്ങൾ ലഭ്യമാകുക. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഈ സേവനം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 799-499-9843 അല്ലെങ്കിൽ 0484-285-4377 വിളിക്കുക. തമിഴ്നാട്ടിലെ രാമനാഥപുരം അമൃത വിദ്യാലയത്തിൽ വെച്ച് കൊച്ചി അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഡെർമറ്റോളജി, പീഡിയാട്രിക്സ്, പൾമണോളജി, കാർഡിയോളജി, ഓർത്തോപീഡിക്സ്, ENT, ഗൈനക്കോളജി വിഭാഗങ്ങളുടെ സേവനം ക്യാമ്പിലുണ്ടായിരുന്നു. അമൃത ആശുപത്രിയിലെ ജനറൽ സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ 17 അംഗ ഡോക്ടർമാരടക്കം 45 അംഗ സംഘമാണ് ക്യാമ്പിനെത്തിയത്. സൗജന്യ രോഗനിർണയത്തിനു പുറമെ മരുന്നുകളും എക്സ്റേ, ECG, രക്തപരിശോധനകളും സൗജന്യമായി ലഭ്യമാക്കി. അത്യാധുനിക ചികിത്സാ സജ്ജീകരണങ്ങളുള്ള ടെലിമെഡിസിൻ ബസും ക്യാമ്പിൽ സജ്ജമാക്കിയിരുന്നു. അമൃത ആശുപത്രിയുമായി സഹകരിച്ച് ട്രാൻസ്ജെൻഡർമാരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താനുള്ള സമ്മതപത്രം നടനും തൃശൂർ പാർലമെന്റ് അംഗവുമായ സുരേഷ് ഗോപി കൈമാറി. ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയാണ് ഈ സഹായം നൽകുന്നത്. ഫെയർ ലൈഫ് സിറ്റുവേഷൻ ടു ഓൾ എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കൽ കൂടിയാകും ഇത്. ഈ തുക 10 പേരുടെ ശസ്ത്രക്രിയയ്ക്കായി ഉപയോഗപ്പെടുത്തും. കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഇതു സംബന്ധിച്ച സമ്മതപത്രം സുരേഷ് ഗോപി സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർക്ക് കൈമാറി. കൊച്ചി അമൃത ആശുപത്രിയിൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ നിന്നുള്ള 28 കുട്ടികൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയകൾ നടത്തി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാമനാഥപുരത്ത് ഡോക്ടർ ആർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്ക്രീനിംഗ് ക്യാമ്പിൽ 300ഓളം കുട്ടികൾ പങ്കെടുത്തിരുന്നു. ഇവരിൽ ഹൃദയ ശസ്ത്രക്രിയയോ ചികിത്സകളോ ആവശ്യമായി വന്ന 28 കുട്ടികൾക്കാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ ഇവ സൗജന്യമായി ലഭ്യമാക്കിയത്. അമ്മയുടെ 70ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായാണ് കുട്ടികൾക്ക് സൗജന്യമായി ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തിയത്. ജെനസിസ് ഫൗണ്ടേഷനും HDFC എർഗോയും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി.